ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇവിടെ ഹസ്കർ തുടങ്ങിയ ഈ ജുഡീഷ്യറിയുടെ പ്രശ്നം അതും പ്രശ്നമായി തന്നെ കണക്കാക്കണം. കാരണം എന്താണ്, ഇയാൾ ഈ സാൽവഡോർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി ഓസ്ട്രേലിയയിൽ പോയിട്ട് മർഡർ കേസിൽ അവിടെ അകത്തായി എന്ന് പറഞ്ഞാൽ അവിടുന്ന് സഹതടവുകാരൻ വീമ്പ് പറഞ്ഞ എങ്ങനെയാണ്, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും, കാരണം എന്താണ്, ഞാൻ അവിടെ 10 വർഷം ശിക്ഷിക്കപ്പെട്ട കേസിൽ ഞാൻ അവിടെ സ്വാധീനിച്ച് രക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഓസ്ട്രേലിയൻ ഏജൻസിക്ക് അത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. സല്യൂട്ട് ഓസ്ട്രേലിയ. അത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്റർപോളിലോട്ട് പോകുന്നു, ഇന്റർപോളിൽ നിന്ന് ഡൽഹി CBIയിലേക്ക്, അവിടുന്ന് CBI സിറ്റി പോലീസ് കമ്മീഷണർ കത്തയക്കുന്നു. 94 കാര്യമാണേ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കിടക്കുക, കേസ് ഇങ്ങനെ നീണ്ട് കിടന്ന് 35 വർഷങ്ങൾ. അതെന്തൊരു വൈകലാണ് ശ്രീ പ്രശാന്ത് പത്മനാഭൻ. തീർച്ചയായിട്ടും വൈകലാണ്. പക്ഷേ വൈകിയാണെങ്കിലും നീതി വന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ കേസിൻ്റെ പ്രത്യേകതകൾ ഞാൻ ആലോചിക്കുമ്പോൾ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തോന്നുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഓരോ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ, മാധ്യമപ്രവർത്തകർ, പിന്നെ പോലീസിൻ്റെ വളരെ ഉയർന്ന തലപ്പത്തിലൊന്നും അല്ലായിരുന്ന ഒരാൾ തന്നെ, അദ്ദേഹം ആ സമയത്ത് ഇത് മുൻപന്തിയിൽ നിന്ന് ഹൈക്കോടതിയിൽ പോയി പ്രത്യേക ഹർജി സമർപ്പിക്കുകയും കേസ് മുന്നോട്ട് വരാൻ കാരണമാവുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ബാക്കി പാനലിസ്റ്റുകൾ, അതുകൂടാതെ ഈ വിഷയം നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം അതിലൊരു പ്രധാന പങ്ക് വഹിച്ചു. കോടതിയിൽ നിന്ന് പല പ്രാവശ്യം അഡ്ജേൺമെൻറ്റ് വാങ്ങി എന്ന് പറയുമ്പോഴും അതൊരു വീഴ്ച ആ സിസ്റ്റത്തിന് പല സ്ഥലങ്ങളിലും ഒരു പരാജയം സംഭവിച്ചപ്പോഴും തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഹൈക്കോടതിയിൽ പോയി ഒരു പ്രാവശ്യം എന്തുകൊണ്ടാണ് ശ്രീ ആൻ്റണി രാജു അത് ക്വാഷ് ചെയ്ത് മേടിച്ചത്, അതായത് ഹൈക്കോടതി പറയുകയാണ് ഈ കേസ് 90 മുതൽ അതിനകത്ത് കളവ് കാണിച്ച ഒരു ഇഷ്യൂ പരിഗണിക്കണം എന്ന് പറഞ്ഞ് വിജിലൻസിന് റിപ്പോർട്ട് ചെയ്യുകയും FIR ഫയൽ ചെയ്യാൻ ജില്ലാ കോടതിയോട് നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട് CRPCയിൽ 195 എന്ന് പറയുന്ന ഒരു പ്രൊവിഷനുണ്ട്. കോടതിയിലിരിക്കുന്ന ഒരു തെളിവിനെ സംബന്ധിച്ച് അതിലെന്തെങ്കിലും കളവ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കോടതിയുടെ കംപ്ലയിൻറ്റിൻ്റെ പുറത്ത് വേണം കേസ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം കോടതിയായിരുന്നു ഇത് ചെയ്യേണ്ടത്, ക്രിമിനൽ കോടതിയായിരുന്നു ചെയ്യേണ്ടത്, ഹൈക്കോടതി അല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്വാഷ് ചെയ്ത് മേടിച്ചത്. അതിനെതിരെ സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ആ വകുപ്പ് ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ആ കോടതിക്ക് മുകളിലുള്ള കോടതിയാണ് ഹൈക്കോടതി, ആ ഹൈക്കോടതിയാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രവുമല്ല ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറാണോ ജുഡീഷ്യൽ പവറാണോ ഉപയോഗിച്ചതെന്നുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ വരുന്നില്ല. അപ്പോൾ അങ്ങനെ നിയമത്തിൻ്റെ നൂലാമാലകളെ സങ്കീർണതകളൊക്കെ മാറ്റിവെച്ച് നീതിന്യായ വ്യവസ്ഥ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ വാക്കുകളിൽ വളരെ കൃത്യമായിട്ട് അത് എഴുതിയിരിക്കുന്നത്, സീരിയസ് അലിഗേഷൻസ് ഓഫ് ഇൻ്റർഫിയറൻസ് വിത്ത് ജുഡീഷ്യൽ പ്രോസസ് വിച്ച് സ്ട്രൈക്സ് അറ്റ് ദ വെരി ഫൗണ്ടേഷൻസ് ഓഫ് ഡിസ്പെൻസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. CT രവികുമാറിന്റെ ജഡ്ജ്മെന്റാണ്. അതിനുശേഷമാണ് 1 വർഷത്തിനകത്ത് ഇതിൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് കോടതി. അതിന് മുമ്പുള്ള വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഞങ്ങലാണ്. അതായത് പ്രശാന്ത് പത്മനാഭൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടുന്ന് വന്നു, എവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്റർപോൾ CBIയിലേക്ക് എത്തി. CBIയിലേക്ക് വന്ന പാട് ഈ പറയുന്ന പാവ ഉദ്യോഗസ്ഥർ ജയമോഹൻ അതുമായി ഹൈക്കോടതി രജിസ്ട്രാറിലേക്ക് ഓടി, അവിടെ ഇരുന്നു, അത് അനങ്ങിയില്ല. ഉദ്യോഗസ്ഥർ സുപ്രീം കോടതിയിലേക്ക് പോയി, സുപ്രീം കോടതി ഹൈക്കോടതി നടപടിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ടു. വിജിലൻസ് അന്വേഷിച്ചു, ആരോപണം ശരിയാണെന്ന് കണ്ടെത്തി. പിന്നെയും കുറേ നാളിരുന്നു. കുറേ കഴിഞ്ഞ് വഞ്ചിയൂർ പോലീസ് FIR ഇടുന്നു. ആ FIR അന്വേഷണമില്ലാതെ അവിടെ കുറേ നാൾ കിടന്നു. 2004 സെൻകുമാർ വന്നു, കുറ്റപത്രമായി. കുറ്റപത്രം 8 വർഷം കുറ്റവാളിത്തത്തിന് അവിടെ കിടന്നു. 2014 നെടുമങ്ങാട് കോടതിയിൽ വിചാരണയ്ക്കായി മാറ്റി. വിചാരണ തുടങ്ങി, 2ാം പ്രതി ഹാജരാകുന്നതിൽ 22 വർഷം, 10 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കേസിൽ ഇങ്ങനെ ഉള്ള അനാസ്ഥ സംഭവിച്ചുകൂടാ എന്നതിൻ്റെ അക്കാഡമിക്കൽ പാഠം കൂടിയാണ് ഈ കേസ്. 100%. അത് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എതിരെ കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെടാം. നീതിന്യായ വ്യവസ്ഥയിൽ പല കോടതി മാത്രമല്ല, കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളും കാര്യകാരണങ്ങളും ഒക്കെ വന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് കൂടി പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങുന്നുള്ളൂ. അവിടെ ഭരണത്തിലിരിക്കുന്ന കക്ഷിയുടെ പ്രബലനായ ഒരു നേതാവ് അദ്ദേഹം പ്രതിയായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? എന്നിട്ടും അവസാനം നീതി നടപ്പാകുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പൾസർ സുനിയുടെ കേസിൽ നമ്മളിതുപോലെ ചർച്ച ചെയ്യുന്ന പല മീഡിയാസും ചർച്ച ചെയ്യുന്നതാണ്. അവിടെ ഇതുപോലെ തന്നെ കോടതിയിലിരുന്ന ഒരു മെമ്മറി കാർഡ് അത് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള ന്യൂസ് വന്നിരിക്കുന്നു. ആ ഒരു ഇഷ്യൂ കൂടി പുറത്തേക്ക് വരാനും ഇതുപോലുള്ള അതിൻ്റെ അവസാനം ഇതുപോലെ തന്നെ ശരിയായ കറക്റ്റായിട്ട് ആരാണത് ചെയ്തതെന്ന് കണ്ടെത്തുന്നതിലേക്കും അവിടെ ഒരു ശിക്ഷ വരുന്നതിലേക്കും എത്തണം. ഇതുപോലുള്ള സംഭവങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുകയും അതിൽ ആരെങ്കിലുമൊക്കെ പൊതുജന താല്പര്യം മുന്നിൽ നിർത്തി കോടതികളിലേക്ക് പോവുകയും അതിനകത്ത് വാർത്താ മാധ്യമങ്ങളൊക്കെ ഇത് വിട്ടുകൊടുക്കാതെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ന്യായമായിട്ടും അത് ജനങ്ങളുടെ മുന്നിൽ
ലൈവായിട്ട് നിർത്തുകയും ഒക്കെ ചെയ്യുന്നതിനൊരു പ്രയോജനമുണ്ട് എന്നും കൂടിയാണ് ഇന്ന് മനസ്സിലായത്. അത്രത്തോളം എനിക്ക് ആശ്വാസമുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു നിയമജ്ഞനായിരുന്നു, ഒരു ലോയറായിരുന്നു, അതുകൂടാതെ ഒരു നിയമം നിർമ്മിക്കുന്ന സഭയിൽ അംഗമായിരുന്നു, മന്ത്രിയായിരുന്നു. അതൊക്കെ നമ്മുടെ പൊളിറ്റിക്കൽ മൊറാലിറ്റി എത്രമാത്രം പുറകോട്ട് പോകുന്നു. ആ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ട് ഇത്ര നാള് ഭരണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം ഇടതുപക്ഷം എന്ന് അഭിമാനിക്കുന്നവരെ അതിനൊരു ഉത്തരവും കൂടി നൽകണം. കാരണം എപ്പോഴും പാർട്ടികൾക്കെതിരെ കേസെടുക്കുകയും ഇഷ്യൂസിനെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ വീണ്ടും അവരെ ഭരണപക്ഷം ഒന്നുകൂടി ദുർബലമായിരിക്കുകയാണ്. ഇതിന് മോറലായിട്ട് എന്ത് ജസ്റ്റിഫിക്കേഷനാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ എന്താണ് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ? ഇപ്പോൾ കുറ്റക്കാരൻ നിന്ന് ഇത്രയും നാള് ഈ കേസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആരോപിതനായ വളരെ തെളിവുകളൊക്കെ ഉള്ള കേസുകൾ അട്ടിമറിക്കാൻ നോക്കുന്ന ഒരാളെ, അവർ കൂടെ നിൽക്കുന്നവർക്കൊക്കെ പലർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരാളെ തന്നെ നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായി ഇത്ര നാൾ അല്ലെങ്കിൽ ഒരു നിയമ നിർമ്മാണ സഭയിലെ അംഗമായിട്ടൊക്കെ തുടരാൻ കാരണമായി എന്നുള്ള ചോദ്യത്തിനു കൂടി ഉത്തരം അവിടെ നിന്ന് വരേണ്ടതുണ്ട്. അത് ഒരു പാർട്ടിയുടെ മാത്രമല്ല, എല്ലായിടത്തും അതിനുള്ള ബാധ്യതയുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൽ നമ്മൾ തീർച്ചയായിട്ടും താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ കൂടി വളരെ വലിയ പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. എന്നാൽ ചിലരൊക്കെ അൺനെസറി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ജനങ്ങളുടെ ഒരു വോയിസ് ആണ്, അതിൽ നീതി നടപ്പായി എന്ന് കൂടി സാധാരണക്കാർക്ക് തോന്നണം. കോടതിയാണ് വിധി എഴുതുന്നത്, കോടതി നിയമം നോക്കിയിട്ടാണ്. ആരെയും വെറുതെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല. ഇദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സാവകാശമുണ്ട്. പക്ഷേ കൺവിക്റ്റ് ചെയ്തതോടുകൂടി 2 വർഷത്തിൽ കൂടുതലായതോടുകൂടി സ്ഥാനം പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശിക്ഷ 3 വർഷം എന്ന് പറയുന്നത് കുറഞ്ഞു പോയോ എന്നൊക്കെ ഉള്ളത് ചർച്ച ചെയ്യാം. പക്ഷേ പൊളിറ്റിക്കലി ഒരു ഡെത്ത് സെൻറ്റൻസ് പോലെയാണ്. പെട്ടെന്ന് അയോഗ്യനാകുന്നു, അയോഗ്യനായതിനു ശേഷം എത്ര വർഷം ജയിലിൽ പോകേണ്ടി വരുന്നു, അതിനുശേഷം 6 വർഷത്തേക്ക് കൂടി ആ യോഗ്യത നിൽക്കുകയാണ്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് 34 വർഷത്തിന് ശേഷം 3 വർഷം തടവ് എന്ന് പറയുന്ന വലിയ ആനക്കാര്യമല്ല. പക്ഷെ അതിനപ്പുറം ഈ കേസ് നൽകുന്ന സന്ദേശമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.